നമസ്കാരം, ഞാൻ റാണി ചാറ്റർജി. നിങ്ങളെല്ലാവരെയും ക്രൈം ചക്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു പുതിയ എപ്പിസോഡിലേക്ക്, പുതിയ കഥയിലേക്ക്. തുഷാർ, ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്ത പെണ്ണ. എന്നെ നീ കല്യാണം കഴിച്ചത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എന്നെപ്പോലെ അന്ധയായ ഒരു പെൺകുട്ടിയെ നീ നിന്റെ ജീവിതത്തിൽ കൂട്ടി. ശരിക്കും നിന്റെ നല്ല മനസ്സാ. എന്നെ ആരും കല്യാണം കഴിക്കില്ലായിരുന്നു. സത്യമായിട്ടും നീ എനിക്ക് ദൈവോ. എന്ത് വലിയ സഹായം നീ എന്നോട് ചെയ്തേ. ഞാൻ എന്ത് സഹായം ചെയ്തെന്നാ? നിനക്ക് കണ്ണില്ലെങ്കിൽ എന്താ കുഴപ്പം? എനിക്ക് കണ്ണുണ്ടല്ലോ. നിനക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്. ഞാൻ നിന്നെ സഹായിച്ചതൊന്നുമല്ല. എടി പൊട്ടി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. മരിക്കുന്നവരെ ആ ഇഷ്ടം അതുപോലെ തന്നെ ഉണ്ടാവും. ആ പിന്നെ മേലാൽ ഇനി ഇങ്ങനൊന്നും പറയരുത് കേട്ടോ, പ്ലീസ്. ആ റാണി, ഇങ്ങോട്ട് വാ. സൂക്ഷിച്ച് പതുക്കെ. ദാ ഇതിലെ. ആ ദാ ഇവിടെ ഇരിക്കെ. ഞാൻ പോയിട്ട് നിനക്ക് ചായ എടുത്തോണ്ട് വരാം. ഓക്കേ? ശരി. ദാ. താങ്ക് യു ചേച്ചി. അവൻ ഓഫീസിലേക്ക് പോയായിരുന്നോ? ആ, തുഷാര് രാവിലെ തന്നെ പോയല്ലോ. ഇമ്പോർട്ടന്റ് മീറ്റിംഗ് കണ്ടത്. കുടിക്കേ. സുഖമല്ലേ റാണി? ഗുഡ് മോർണിംഗ് ചേട്ടാ. സുഖമായിരിക്കുന്നു. ചേട്ടന് സുഖമല്ലേ? ആ മോളെ, സുഖം. പിന്നെ റാണി, നിനക്ക് എവിടെയൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അതെ ചേട്ടാ. പിന്നെ തുഷാറിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ചേട്ടാ, തുഷാർ ശരിക്കും പാവോ. തുഷാറിന് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ശരിക്കും ഞാനൊരു ഭാഗ്യം ചെയ്തവളാ. തുഷാറിനെ പോലൊരു ഭർത്താവിനെയും നിങ്ങളെപ്പോലൊരു ചേട്ടനെയും ചേട്ടത്തി എനിക്ക് കിട്ടിയില്ലേ. ശരിക്കും എന്റെ ഭാഗ്യം കൊണ്ട് നിന്നെ പോലെ ഒരു അനിയത്തി കിട്ടിയത്. തുഷാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ നീ എന്നോട് പറയണം. അവന് ഞാൻ ശരിക്കും കൊടുത്തോളാം. ശരി ചേട്ടാ. ഓക്കെ പ്രിയ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. സമയം ലേറ്റ് ആവുന്നു. ശരി. പിന്നെ ഞാൻ വൈകിട്ട് പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. ഓക്കെ? ഓക്കെ. ശരി റാണി. ശരി. ബൈ. 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 ആരാ അത്? തുഷാറാണോ? ആ, ഞാനാ. ഒന്നിങ്ങോട്ട് വരാമോ? എനിക്കൊന്ന് സംസാരിക്കണം. എനിക്ക് പണിയുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം. ധാരാണേ കോഫി. എന്തുപറ്റി? എന്താ വല്ലാതിരിക്കുന്നേ? നീ ഓക്കെ അല്ലേ? ഏയ് ഇല്ല ചേച്ചി, കുഴപ്പമൊന്നുമില്ല. തുഷാറായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? ഏയ് ഇല്ല ചേച്ചി, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ തുഷാർ എന്നോട് അധികം സംസാരിക്കാറൊന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയും. ഏയ് അല്ല റാണി, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. അവന്റെ സ്വഭാവം അങ്ങനെയാ. അങ്ങനെ ആരോടും ഒന്നും സംസാരിക്കാറില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, അവന് ശരിക്കും നിന്നെ ഒരുപാട് ഇഷ്ടോ.
അവന് നിന്നെപ്പറ്റി നല്ല ചിന്തയുണ്ട്. ആ അതെ ചേച്ചി, അത് ചേച്ചി പറഞ്ഞ സത്യ. ഈ എന്നെ പോലൊരു കണ്ണുപൊട്ടി ആര് കല്യാണം കഴിക്കാനാ? എന്താ റാണി ഇത്? അങ്ങനെയൊന്നും പറയരുത്. നീ ഇപ്പൊ ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ അംഗമാ. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് നീ സന്തോഷായിട്ടിരിക്കെ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. അല്ലെങ്കിൽ നിന്റെ ചേട്ടന്റെ എനിക്ക് കിട്ടും. നീ കോഫി കുടിക്കേ. നിങ്ങൾക്കത് പറഞ്ഞാൽ മതിയല്ലോ. നഷ്ടം പറ്റിയത് എനിക്കല്ലേ, നിങ്ങളുടെ ഒന്നും പോയിട്ടില്ല. നാളെ ഓഫീസ് വെച്ച് നമുക്ക് കാണാം കേട്ടോ. എന്തു പറ്റിയ തുഷാർ? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്റെ ചേട്ടാ ബിസിനസ്സിൽ 1 കോടി നഷ്ടം വന്നേ. നല്ലൊരു ഡീലായിരുന്നത്. കംപ്ലീറ്റ് പ്രോഡക്റ്റ് റെഡിയാക്കുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നൊരു പിടിയും കിട്ടുന്നില്ല. അയ്യോ തുഷാർ, അവരെന്ത് പണിയാ ചെയ്തത്? തുഷാർ ടെൻഷൻ അടിക്കാതിരിക്കെ, ദൈവം എല്ലാം ശരിയാക്കി തരും. ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിന്റെ ഇടയ്ക്ക് നീ കയറണ്ട. ബിസിനസിനെ പറ്റി അറിയാൻ പാടില്ലെങ്കിൽ മിണ്ടാതിരുന്നോണം. തുഷാർ, ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? അവള് നിന്റെ ഭാര്യയാണ്. ഭാര്യയാണ് പോലും. തുഷാർ, 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 തുഷാർ ഇവിടെ വന്നിരിക്കുകയാണ്. എന്താ കാര്യം? ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. ബിസിനസ്സിൽ ലാഭവും നഷ്ടമൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ധൈര്യമായിട്ടിരിക്കെ, എല്ലാം ശരിയായിക്കോളും. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചോ? ഒന്ന് ശല്യപ്പെടുത്താ പോയേ. തുഷാർ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് എന്താ പ്രയോജനം? നമുക്ക് ശരിക്കും ആലോചിച്ച് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. ഭഗവാൻ എല്ലാം ശരിയാക്കി തരും. നിനക്ക് ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ലെന്നുണ്ടോ? ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. മനുഷ്യനെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. നിന്റെ ഉപദേശം ആദ്യം ഒന്ന് നിർത്താൻ നോക്ക്, മനസ്സിലായോ? നിനക്കെന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? പറഞ്ഞാ കേൾക്കൂലല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, അപ്പൊ നിനക്ക് കാര്യം മനസ്സിലാവും. വേണ്ട വേണ്ട വേണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നോ. ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോ, ഞാൻ പോവാം. ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോ, ഞാൻ പൊക്കോളാം. തുഷാർ, 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 ബാക്കി ജോലി നമുക്ക് പിന്നെ ചെയ്യാം. വാ ഭക്ഷണം കഴിക്കാം. തുഷാർ, വാ ഭക്ഷണം എടുത്തു വെച്ചു. തുഷാർ, 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 തുഷാർ എഴുന്നേക്ക്. പ്രിയ ചേച്ചി, പ്രിയ ചേച്ചി, തുഷാർ, പ്രിയ ചേച്ചി, ഒന്ന് നോക്കി. തുഷാറിന് എന്താ പറ്റി? തുഷാർ, 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 പ്രിയ ചേച്ചി എന്താ പറ്റി? തുഷാർ എന്താ മിണ്ടാത്തെ? ചേച്ചി, പ്രിയ ചേച്ചി, തുഷാറിന് എന്താ പറ്റി? തുഷാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തുഷാർ, എഴുന്നേൽക്ക്. രാജ് എന്തിനാ കരയുന്നേ? ചേച്ചി, ചേച്ചി എന്താ ചേച്ചി ഇവിടെ നടക്കുന്ന? എന്നോടൊന്ന് പറയ. തുഷാർ, 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 നീ കരയാതിരിക്കെ. എങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? നീ ഒന്ന് സമാധാനപ്പെടും മോളെ. നീ വാ, വന്ന് കഴിക്ക. വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാനിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. പ്ലീസ് പ്ലീസ് ചേച്ചി, പ്ലീസ്. മോളെ, നീ ഇങ്ങനെ തുടങ്ങി എങ്ങനെ ശരിയാവും? നിന്റെ ആരോഗ്യമൊക്കെ നീ ശ്രദ്ധിക്കണ്ടേ? വന്ന് വല്ലതും കഴിക്കേ. വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ഇറങ്ങില്ല. വേണ്ട ചേച്ചി, വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട ചേച്ചി, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. തുഷാർ, തുഷാർ, നീ ഇവിടെ ഉണ്ടോ? തുഷാർ, എന്തെങ്കിലും ഒന്ന് പറ. നീയല്ലേ എന്റെ അടുത്തുള്ളേ? തുഷാർ,
റാണി ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് മരുന്ന് കഴിക്കാനുള്ളതാ. വേണ്ട ചേച്ചി, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തു പറ്റി റാണി? എന്താ പ്രശ്നം? നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് അസുഖമൊന്നുമില്ല ചേച്ചി. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ചേച്ചിയോട് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാനത് പറഞ്ഞാലും ചേച്ചി അത് വിശ്വസിക്കുമെന്ന് പോലും അറിയില്ല എനിക്ക്. റാണി, കാര്യം എന്താ? തുഷാർ എല്ലാ ദിവസവും എൻ്റെ റൂമിലേക്ക് വരും. പക്ഷേ അതൊക്കെ എങ്ങനെ നടക്കാനാ? തുഷാർ ഈ ലോകത്തില്ലെന്ന് നിനക്ക് അറിയാലോ മോളെ. നിനക്കിപ്പോഴും അവനെ ശരിക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൻ പോയപ്പോ ശരിക്കും നീ തകർന്നു പോയെന്നും അറിയാം. ഇങ്ങനെയൊക്കെ നീ ചിന്തിക്കാൻ തുടങ്ങിയാൽ ശരിയാവില്ല. ഞാൻ പറയുന്ന കാര്യങ്ങള് ചേച്ചി വിശ്വസിക്കില്ലെന്ന് അറിയായിരുന്നു എനിക്ക്. ഇതൊന്നും ആരും വിശ്വസിക്കില്ല. ആ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചി. പക്ഷെ എനിക്ക് എന്റെ തുഷാറിനെ തൊട്ട് എനിക്കത് അറിയാൻ പറ്റും. എല്ലാ ദിവസവും അവൻ എൻ്റെ അടുത്ത് വരും, എന്നെ സ്നേഹിക്കും, എൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യും. ഇതെല്ലാം ശരിക്കും നടക്കുന്ന കാര്യങ്ങളാ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും റാണി. നിനക്ക് തുഷാറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ആ ഇഷ്ടം ഇപ്പോഴും നിനക്കുണ്ട്. ചിലപ്പോ അതുകൊണ്ട് നിനക്കിതൊക്കെ തോന്നുന്നതായിരിക്കും. തുഷാർ ഇവിടെ ഈ വീട്ടിലുണ്ടെന്ന് ശരിയാണ്, അവൻ ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷെ ഇപ്പോ നീ നിന്റെ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കണം. ഇങ്ങനൊരു ഭ്രാന്തൻ അവസ്ഥയെന്ന് നീ എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം. വാ, വന്ന് ഭക്ഷണം കഴിക്ക പ്ലീസ്. റാണി, ഒന്നും പറ്റിയില്ലല്ലോ? റാണി, എന്തെങ്കിലും പറ്റിയോ? സൂക്ഷിച്ച്. അല്ലൊരു കാര്യം അറിഞ്ഞോ? ആ? നമ്മുടെ റാണിയുടെ വയറ്റില് തുഷാറിന്റെ കുഞ്ഞ് വളരുന്നു. എന്താ? അപ്പോ എന്റെ തുഷാർ തിരിച്ചു വരുവാണോ? അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? ഈ നാട്ടിലുള്ള എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കണം. എങ്കിൽ ഞാൻ പോയി കുറെ സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് വരാം. റാണി, നീ ഇത് എങ്ങോട്ടാ ഇപ്പൊ പോകുന്നേ? ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. പക്ഷെ എന്തിനാ? ഞങ്ങൾ ഇവിടെ നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ? നിനക്കിവിടെ ഒരു കുറവും ഉണ്ടാവില്ല. നിനക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ആ റാണി, ഇപ്പൊ കണ്ടില്ലേ, നിന്റെ മോന്റെ രൂപത്തിൽ തുഷാർ വീണ്ടും വരാൻ പോവാ. എന്റെ അനിയൻ വരാൻ പോവാ. ഞങ്ങൾ രണ്ടുപേരും നിന്നെ നന്നായിട്ട് നോക്കിക്കോളാം. നീ എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം. ശരി, നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കാം. നോക്ക് പ്രിയ ചേച്ചി, എന്നെ ഇത് എവിടെയാ കൊണ്ടുവന്നേക്കുന്നേ? എനിക്കെന്റെ വീട്ടിൽ പോണം. ആ ശരി, നിന്നെ വീട്ടിലേക്ക് എന്നെ ആക്കാം. അതോർത്ത് നീ വിഷമിക്കണ്ട. പക്ഷേ ഇതിപ്പോ എങ്ങോട്ടേ വന്നിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളിത് എവിടെയാ വന്നിരിക്കുന്നേ?
ഇപ്പൊ നിനക്ക് എല്ലാം മനസ്സിലാവും. ചേട്ടാ വേണ്ട. അയ്യോ. റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടോ? ആ സാർ, ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവളെ നിങ്ങളാണോ പറഞ്ഞയച്ചത്? അല്ല സാർ, അവളെ ഞങ്ങൾ പറഞ്ഞയച്ചതല്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് പോയതാ. അവളുടെ ഇഷ്ടത്തിനോ? മര്യാദയ്ക്ക് സത്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, അല്ലേ ഇനി എന്റെ നീ മേടിക്കും. സാർ, അത് കാര്യം എന്താണെന്ന് വെച്ചാ എൻ്റെ അനിയൻ തുഷാർ ഒരു ഷണ്ടനായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവനെ ഒരു കണ്ണ് കാണാത്ത പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് എല്ലാ ദിവസവും രാത്രി തുഷാറിന് പകരം ഞാനായിരുന്നു അവളുടെ ഭർത്താവായിരുന്നത്. തുടക്കത്തിൽ ഇതൊക്കെ തുഷാറിന് സമ്മതമായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ അവന് റാണിയോട് സ്നേഹം തോന്നി തുടങ്ങി. അവന് ഇതൊക്കെ തെറ്റാണെന്ന് തോന്നി തുടങ്ങി. അതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് സാർ അന്ന് അവൻ ആത്മഹത്യ ചെയ്തത്. എന്നിട്ടും റാണിക്കതൊന്നും മനസ്സിലായില്ല. ഞാൻ എല്ലാ ദിവസവും രാത്രി റാണിയുടെ അടുത്തേക്ക് പോകുമായിരുന്നു. റാണി കരുതിയിരുന്നത് അത് തുഷാർ തന്നെയാണെന്നാ. ഞങ്ങൾ ആഗ്രഹിച്ചത് റാണി എങ്ങനെയെങ്കിലും ഒരു അമ്മയാകണമെന്നാ. എൻ്റെ ഭാര്യ പ്രിയയ്ക്ക് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു അനന്തരാവകാശിയെ ലോകത്തിലേക്ക് കൊണ്ടുവരണമായിരുന്നു. പക്ഷേ സാർ, അത് ഒരു ദിവസം റാണിക്ക് മനസ്സിലായി അത് ഞാനാണെന്ന്.
തുഷാർ തുഷാർ അതിനിടയിൽ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷെ അവള് ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു സർ. അവളെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് പ്രിയ അവളെ ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നു സർ. ഈ കാര്യങ്ങളൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഈ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ വയ്യാതാവും. സർ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ അടുത്ത് നിന്ന് വലിയ തെറ്റാ സംഭവിച്ചത്. എന്ത് വൃത്തികെട്ടവനാണ് നീയൊക്കെ. നിന്നേക്കാൾ ഭേദം നിന്റെ അനിയനായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഇതിന് കൂട്ടു നിൽക്കാതെ ചാകാൻ തോന്നിയല്ലോ. വേറെ ആരും കൊന്നില്ലല്ലോ. കോൺസ്റ്റബിൾ, ഇവരെ പിടിച്ചോണ്ട് പോ. സർ, ഞങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്തതല്ല സർ. ഞാൻ നിങ്ങളുടെ റാണി ചാറ്റർജി നിങ്ങളോട് വിട ചോദിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു കഥയുമായി. ജാഗരൂകരായിരിക്കുക. ക്രൈം ചക്ര കണ്ടുകൊണ്ടേയിരിക്കുക. ജയ് ഹിന്ദ്.